നീ എന്തിനാണ് എന്റെ ശരിക്കും പാട്ട ഗുളി കൊണ്ടുവച്ചേ? എന്റെ ഡ്രസ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. അതെ, എന്റെ അച്ഛന്റെ പൈസയൊന്നുമില്ല. എടി എന്റെ തുണിയില്ലാതെ നിനക്കാണ് റൈറ്റ്സ് തന്നെ. ഇതിനൊക്കെ റൈറ്റ്സ് എന്തിനാ? അതെ, ശരിക്കും പറഞ്ഞ ഈ ഗുളി കൊണ്ട് ഇയാളുടെ തുണിക്ക് കൂടാണ് പ്രൊട്ടക്ഷൻ. യു വിൽ താങ്ക് മീ ലേറ്റർ. ഐ വോണ്ട്. എനിക്ക് ഇങ്ങനത്തെ മണമൊന്നും ഇഷ്ടമല്ല. എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ എക്സാമിന് പോവും? ഓട്ടോ പിടിച്ചു പോണം, അല്ലെ ബസ്സിൽ പോ. ഒന്നുമില്ലേ കൊച്ചെ, നടന്നെങ്കിലും പോവും. പെണ്ണെ, തോന്നിയ ദിവസം കാണിച്ചിട്ട് ഇങ്ങനത്തെ ഊള വർത്താനം പറയില്ല കേട്ടോ. ഇത് ഇട്ടോടെ ഞാൻ കോളേജിൽ പോയി എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ചേടാ, ഇത് ഏത് ലോകത്തുനിന്ന് വരുന്നത്? എന്റെ പൊന്നു കൊച്ചെ, ഇച്ചിരി സ്പ്രേ അടിച്ചാൽ മതി, ആ മണമൊക്കെ പൊക്കോളും. പറ്റത്തില്ല, നീ കൂടെ മാറിയേ. പോകും ഇതാര്? നാഗവലിയുടെ അപ്പച്ചിയുടെ. നാഗവലി നിന്റെ ഇവിടെ ഞാൻ നിക്കടി അവിടെ. പിന്നെ ഞാൻ കൊല്ലും. നിക്കടി. എന്നെ കൊല്ലാൻ വരുവാ. എന്താ പ്രശ്നം? എന്താ ചാരു, നീ മരിക്കാളെ കൊണ്ട് വിട്. കുറെ നാട് ഞാൻ സഹിക്കും. ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞൂടെ? ഇവിടെ ഡ്രസ്സിന്റെ മുഴുവൻ പാട്ട ഗുളി എടുത്ത് വെച്ചേക്കും. അതാണെങ്കിൽ ഒടുക്കത്തെ ബാഡ് സ്മെല്ലും. നീ എന്തിനാ അവളുടെ ഡ്രസ്സിൽ പാറ്റ ഗുളി വാരിട്ടത്? ചേച്ചി, ഞാൻ നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടിയല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡ്രസ്സ് പാറ്റ തിന്നാതിരിക്കാൻ വേണ്ടി പാറ്റ ഗുളിക വെക്കും. ഇത് ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ചു വെച്ചത് ഇയാളുടെ ഡ്രസ്സിനും കൂടെ കേട് വരാതിരിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് നന്ദി പോലും പറയാതെ എന്നെ കൊല്ലാൻ വരുവാ ചേച്ചി. അടി, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കാനായിട്ട്. പാറ്റ ഗുളികയല്ലേ, 2 പ്രാവശ്യം മുക്ക് വാഷ് ചെയ്യും, പാറ്റ ഗുളികയുടെ സ്മെല്ലൊക്കെ മാറിക്കോളും. അതൊന്നും പറ്റത്തില്ല. ഇനി അതുമല്ല, ഞാനത് കഴുകി വാഷ് ചെയ്തിട്ടോണ്ട് പോകുമ്പോഴത്തേക്ക് എന്റെ എക്സാം കഴിയും. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തോടെ. ഒറ്റ ദിവസത്തേക്ക് ചെല്ല്. വെറുതെ എന്തിനാ വഴക്കിനൊക്കെ നിൽക്കുന്നപ്പോ? പറ്റത്തില്ല. അതാണെങ്കിൽ എനിക്ക് ഇടുമ്പോ തന്നെ ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ബാഡ് സ്മെല്ലാ. കണ്ട ലോക്കൽസിന്റെ കൂടെയൊക്കെ താമസിക്കാൻ വന്ന ഇതായിരിക്കും എന്റെ അവസ്ഥ. ആരുടെ ലോക്കല്? നീ ഇപ്പൊ ആരെ ലോക്കൽ എന്ന് വിളിച്ചത്? അയ്യോ, ഞാൻ ചാറിനെ പറഞ്ഞല്ലോ. തോടെ ബാക്കിൽ നിൽക്കുന്നില്ല, അവളെ പറഞ്ഞതാ. നിനക്കൊരു കാര്യം ഉണ്ടായിരുന്ന? ഇപ്പൊ നിനക്ക് എന്താ വേണ്ട? എനിക്കിപ്പോ ഇട്ടോണ്ട് പോകാൻ ഡ്രസ്സ് വേണം. അത് ഇവള് ഷോപ്പിംഗ് മാളിൽ പോയി വാങ്ങിച്ചോണ്ട് വരണം. ഇവള് ഇപ്പൊ പോയി ഡ്രസ്സ് വാങ്ങിച്ചു വന്നിട്ട് നിനക്കിട്ട് എക്സാമിനാണോ അല്ലേ? എന്നാ എന്റെ പൊന്നു കുഞ്ഞ് കേട്ടോ, ഇവള് പോയി എപ്പ വന്നിട്ട് നീ എപ്പ എക്സാം എഴുതാൻ പോവാനാ? അതൊരു സൊല്യൂഷൻ ആണോ? ആണോ? അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നിനക്ക് തരാം. ഇട്ടോണ്ട് പോവോ? പോകുവോ? പോയില്ലെങ്കിൽ എനിക്കെന്താ, നിന്റെ എക്സാമും പോയി, നിങ്ങളായിട്ട് ഇടി ഉണ്ടാക്കി എന്തോ കാണിക്കും. വേണമെങ്കിൽ വേണമെന്ന് പറ. ചാര് പറഞ്ഞോണ്ടോ? ഓക്കെ ഓക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാത്. പിന്നെ വഴക്കൂടാ. ഓക്കെ, നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ? എന്നാ ഡീസന്റ് ആയിട്ട് മര്യാദക്കൊരു ചായ ഉണ്ടാക്കി എനിക്ക് വേഗം കൊടുത്താൽ തോണം കേട്ടാ. ബഹളം ഉണ്ടാക്കാൻ നടക്കണം. വാ, നീ വാ, ഡ്രസ് എടുത്തരാം. എങ്ങോടാ? ഞാൻ വിളിച്ചോ? ചായ ഉണ്ടാക്കാനാണോ പറഞ്ഞത്? വേഗം ഉണ്ടാക്ക്. നീ വാ. ആ, നോക്കിയെടുത്തോ. ഇതൊക്കെ എന്റെ സ്റ്റാറ്റസ് റിച്ച് ഡ്രസ് ഒന്നും ഇല്ല. ഓ, കൂടുതൽ ഹൈപ്പ് അടിച്ചാലേ ചുരുട്ടി കൂടി ഞാൻ വെളിയിലിടും. വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. സ്റ്റാറ്റസ് ഇത് മതി, ഇത് കൊള്ളാം. എടുത്തോണ്ട് പോ. താങ്ക്സ്. ഓ, ദൈവമേ, അവള് ഏത് ഡ്രസ്സാണ് എടുത്തോണ്ട് പോയത്? അവന്തിടല്ലോ ആയിരിക്കൂ. ആണേ തീർന്ന്.